ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 9 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. മുൻപോട്ട് നീങ്ങുന്നതിന് മുൻപ് 9-ാം വാക്യം ഒരിക്കൽ കൂടി കുറച്ച് വിശദാംശങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് 19:9. ദൂതൻ എന്നോട് പറഞ്ഞു, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന ഈ വാക്യം കേൾക്കുമ്പോൾ വിശുദ്ധ കുർബാന ലത്തീൻ ക്രമത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് സുപരിചിതമായ ഒരു പ്രയോഗമാണ് അത്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി പുരോഹിതൻ തിരുവോസ്തിയും തിരുരക്തവും കരങ്ങളിലെടുത്ത് ജനത്തിന് അഭിമുഖമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനാഭാഗമാണത്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആരാധനയിൽ വെളിപാട് പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ ഈ വാക്യം സഭ സ്വീകരിച്ചിരിക്കുമ്പോൾ അത് നമ്മോട് പറയുന്ന അനേകം കാര്യങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ കുർബാന എന്നത് സഭ കാലാകാലങ്ങളായി ആരംഭകാലം മുതലേ മനസ്സിലാക്കിയിരുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലുള്ള പങ്കുചേരലായിട്ടാണ്. മാരേജ് സപ്പർ ഓഫ് ദ ലാംസ് സപ്പർ, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ വിശുദ്ധ കുർബാനയെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് മണവാളൻ മണവാട്ടി ബന്ധമാണ്. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. മണവാളനായ ക്രിസ്തു മണവാട്ടിക്ക് വിരുന്നായി നൽകുന്നത് തനിക്ക് പുറത്തുള്ള വിഭവങ്ങളല്ല, നേരെ മറിച്ച് തന്നെ തന്നെയാണ്, തൻ്റെ ശരീരവും രക്തവുമാണ്. ഈ മണവാളൻ തൻ്റെ മണവാട്ടിക്കായി അല്ലെങ്കിൽ ഈ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്ന തൻ്റെ അവയവങ്ങളായ ഓരോ വിശ്വാസിക്കുമായി പകുത്തു നൽകുന്നത് തന്നെ തന്നെയാണ്. ഏറ്റവും മഹനീയവും ഉദാത്തവുമായ ഒരു ആത്മദാനത്തിൻ്റെ അടയാളമാണത്. സ്വയം തൻ്റെ മണവാട്ടിക്കായി തന്നെ തന്നെ സമർപ്പിച്ച മണവാളനായ ക്രിസ്തു. എഫേസോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ആശയം മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അവൻ സഭയാകുന്ന തൻ്റെ മണവാട്ടിയെ വിശുദ്ധീകരിക്കാനായി അവളെ തൻ്റെ രക്തം കൊണ്ട് കഴുകി, വചനത്താൽ വെണ്മയുള്ളതാക്കി. രക്തം കൊണ്ട് കഴുകാൻ അതിനു മുൻപ് അവിടുന്ന് തൻ്റെ രക്തം അവൾക്കായി ചിന്തി. തന്നെ തന്നെ വിരുന്നായി നൽകാൻ ക്രിസ്തു തൻ്റെ മണവാട്ടിക്ക് കൊടുത്തത് തൻ്റെ ജീവനാണ്. അവൻ മരിച്ചാണ് അവളെ തൻ്റെ വിവാഹ വിരുന്നിലേക്ക് പങ്കെടുക്കാൻ യോഗ്യയാക്കിയതും ആ വിരുന്ന് അവൾക്ക് വിളമ്പിക്കൊടുക്കാൻ അവൻ കൊടുത്ത വിലയും. ഈ മനോഹരമായ ഒരു ആശയം ഈ വിരുന്നിലേക്ക് സഭ നമ്മളെ ദിവ്യകാരുണ്യത്തിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ദൈവം തന്നെ തന്നെ മുറിച്ച് ആത്മദാനമായി നൽകുന്ന ഈ വിരുന്നിലേക്ക് ക്ഷണം കിട്ടിയവർ എന്ന നിലയിൽ എത്ര അനുഗ്രഹീതരാണ് നമ്മൾ എന്നാണ് ഈ 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുമായി തുടർന്നുള്ള കാര്യങ്ങളുടെ ബന്ധം ഞാൻ തുടർന്ന് വിശദീകരിക്കാം. അതിനു മുൻപായി 10-ാമത്തെ വാക്യം വായിച്ച് അത് വിശദീകരിച്ചിട്ട് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. 10-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. ആരെയാണ്? ദൂതനെ. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരരിൽ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് യോഹന്നാനിൽ നിന്ന് ഉണ്ടായത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നടപടി. തനിക്ക് ഈ മനോഹരമായ വിവരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൂതനെ ആരാധിക്കാനായി യോഹന്നാൻ ദൂതൻ്റെ കാൽക്കൽ വീഴുകയാണ്. അപ്പസ്തോലന്മാരിൽ പ്രമുഖനായിരുന്ന ഒരാൾ, സഭയെ വിശ്വാസം പഠിപ്പിക്കേണ്ട ഒരാൾ, ക്രിസ്തുവിൻ്റെ
ഹൃദയത്തോട് ചേർന്നിരുന്ന ഒരാൾ, ആത്മീയ ജ്ഞാനങ്ങളും ഉൾക്കാഴ്ചകളും മറ്റാരെക്കാളും അധികം ക്രിസ്തുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരാൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അബദ്ധം കാണിക്കുന്നത് എന്നത് വായനക്കാരായ നമ്മളെ അത്ഭുതപ്പെടുത്തും. ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരെ എല്ലാ കാലത്തും ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കാര്യമാണ് ഇത്. വളരെ ഗുരുതരമായ ഒരു തെറ്റ്. ദൂതനെ ആരാധിക്കാനായി യോഹന്നാൻ അവൻ്റെ കാൽക്കൽ വീഴുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് യോഹന്നാന് പറ്റിയ ഈ അബദ്ധം വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ ദൈവം അനുവദിച്ചു? 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, തനിക്ക് ഈ വെളിപ്പെടുത്തൽ നൽകിയ ദൈവദൂതൻ, ആ ദൂതൻ്റെ തേജസ്, ഗ്ലോറി, മഹത്വം അത്രമാത്രം ഉന്നതമായ മഹത്വമായിരുന്നതുകൊണ്ട് യോഹന്നാൻ അത് യേശുവാണോ എന്ന് തെറ്റിദ്ധരിച്ച് പോയതാവണം. ദൂതൻ്റെ മഹത്വം അത്രമാത്രം ഗ്ലോറിയസായ ഒരു തേജസ്സായിരുന്നതുകൊണ്ട് യോഹന്നാൻ തെറ്റിദ്ധരിച്ചതാവണം. രണ്ടാമതായി, ഈ സംഭവം നമുക്ക് തരുന്ന ഒരു ചിത്രം, യോഹന്നാൻ കണ്ട് വിസ്മയപൂരിതനായ ഈ ദൂതനേക്കാൾ എത്രയോ കോടി മടങ്ങ് മഹത്വമേറിയവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു ധാരണ നമുക്കിത് നൽകുകയാണ്. നമുക്കാർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ഉന്നതമാണ് ഈ ദൂതനേക്കാൾ എത്രയോ മടങ്ങ്, എത്രയോ കോടി മടങ്ങ് ഉന്നതമാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്ന രണ്ടാമത്തെ ഒരാശയം കൂടി ഇത് നമുക്ക് തരുന്നുണ്ട്. മൂന്നാമതായി, ദൂതൻ യോഹന്നാനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകം, ഞാൻ നിങ്ങളുടെ ഒരു സഹദാസനാണ്. ഫെലോ സ്ലേവ് എന്നാണ് ഇംഗ്ലീഷിൽ. ഒരു സഹദാസൻ, അടിമ. യോഹന്നാനെയും യോഹന്നാൻ്റെ സമൂഹത്തിലെ ക്രിസ്തുവിൻ്റെ അനുയായികളായ ക്രിസ്ത്യാനികളെയും പോലെ ഒരു സഹദാസനാണ് ഈ മാലാഖ. അത് നമുക്ക് തരുന്ന ഒരു ചിത്രം, നമുക്ക് തരുന്ന ഒരു ധാരണ, ഈ യോഹന്നാൻ കണ്ട് അത്ഭുത പരതന്ത്രനായി ക്രിസ്തുവാണോ എന്ന് തെറ്റിദ്ധരിച്ച ആ ദൂതനുള്ള മഹത്വം പോലെ തന്നെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏറ്റവും എളിയവനായ ഒരു മനുഷ്യൻ്റെയും മഹത്വം എന്ന ഒരു ധാരണ കൂടി, ബോധ്യം കൂടി ഈ സംഭവം നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തിരുസഭയിലെ ആരാധനയെക്കുറിച്ചും വണക്കത്തെക്കുറിച്ചും പലരുടെയും ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ ദൂരീകരിക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രബോധനം കൂടി പരാമർശിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. സ്വരൂപങ്ങളെ വണങ്ങുന്നതും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും രൂപങ്ങൾക്കോ ഛായാചിത്രങ്ങൾക്കോ മുൻപിൽ പ്രണമിക്കുന്നതും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന സമൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു വിശ്വാസ പശ്ചാത്തലത്തിൽ സഭ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടി ഈ സംഭവം നമുക്ക് ഒരു ചിന്ത തരുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കാം. സഭയിലെ 7ാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ, 2ാം നിക്യ സൂനഹദോസ്, നിക്യായിൽ വെച്ച് നടന്ന 2ാമത്തെ സൂനഹദോസ്, അത് 8ാം നൂറ്റാണ്ടിലാണ് നടന്നത്. അത് ആഗോള സഭയിലെ, സാർവത്രിക സഭയിലെ 7ാമത്തെ എക്യുമെനിക്കൽ സൂനഹദോസാണ്. ആ 2ാം നിക്യ സൂനഹദോസിൽ വെച്ച് സഭ പഠിപ്പിച്ച ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 തരം വണക്കത്തെക്കുറിച്ച്, വെനറേഷനെക്കുറിച്ച് സഭ ആ സിനഡിൽ പഠിപ്പിച്ചു. ആദ്യത്തേതിൻ്റെ പേര് ലത്തീനിൽ ലാത്രിയ എന്നാണ്. LATRIA. ലാത്രിയ എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതുപോലെ തന്നെ പുത്രൻ തന്നെയായ വിശുദ്ധ കുർബാനയ്ക്കും സഭ നൽകുന്ന ആരാധനയെ പരാമർശിക്കുന്ന വാക്കാണ് ലാത്രിയ. അല്ലെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് മാത്രം നൽകണം എന്ന് തിരുസഭ നിർദ്ദേശിക്കുന്ന ആരാധനയെ വിളിക്കുന്ന പേരാണ് ലാത്രിയ. ഇനി 2ാമതൊരു പദം കൂടി ആ കൗൺസിൽ നിർദ്ദേശിച്ചു. അതിൻ്റെ പേരാണ് ധൂളിയ, DULIA. അതിൻ്റെ ഇംഗ്ലീഷിലെ അർത്ഥം റെവറൻസ് അല്ലെങ്കിൽ ഓണർ, മലയാളത്തിൽ പറഞ്ഞാൽ വണക്കം, ബഹുമാനം, ആദരവ്. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധർക്കും മാലാഖമാർക്കുമൊക്കെ നൽകുന്ന വണക്കത്തെ പരാമർശിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ധൂളിയ. ഇത്തരം വണക്കങ്ങളെ ആരാധനയായി സഭ കാണുന്നില്ല. മനുഷ്യജീവിതത്തിൽ നമ്മളിങ്ങനെയുള്ള ബഹുമാനം പലതിനും പലർക്കും നൽകുന്നത് പരിശീലിച്ചിട്ടുള്ളവരാണ്, ശീലമുള്ളവരാണ്. ഉദാഹരണത്തിന്
ഒരു രാജ്യത്തിൻ്റെ പതാകയുടെ മുമ്പിൽ തലകുനിക്കുന്നതും സല്യൂട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ചിത്രത്തെ ചുംബിക്കുന്നത്, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്, രാജാവിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയോ മുമ്പിൽ മുട്ടുകുത്തുകയോ, അല്ലെങ്കിൽ അവരുടെ കരം ചുംബിക്കുകയോ, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ, ജഡ്ജിയെ കാണുമ്പോൾ, കോടതി ചെല്ലുമ്പോൾ കുമ്പിടുകയോ വണങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് വണക്കം, ഓണർ, വെനറേഷൻ, ആദരവ്. ഇത് മനുഷ്യജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ്. അധ്യാപകരെ, പുരോഹിതരെ, മുതിർന്നവരെ, മാതാപിതാക്കളെ ഒക്കെ ബഹുമാനിക്കാൻ ഇത്തരം പെരുമാറ്റങ്ങളും ആചാര രീതികളും മനുഷ്യജീവിതത്തിൽ നമ്മൾ അവലംബിക്കാറുണ്ട്. അതിനെ ഒരിക്കലും മനുഷ്യരാരും തന്നെ ദൈവാരാധനയ്ക്ക് തുല്യമായി കാണുന്നില്ല. അതുകൊണ്ട് ധൂളിയ എന്ന വാക്ക്, അത് നമ്മൾ ബഹുമാനം നൽകേണ്ട, ദൈവത്താൽ ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിക്കുന്നതിന്, ആദരിക്കുന്നതിന്, അവരുടെ മുമ്പിൽ വണങ്ങുന്നതിന്, ഉപചാരങ്ങൾ, ആദരവുകൾ അർപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ധൂളിയ. യേശുക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുന്ന ബിംബങ്ങളെ, രൂപങ്ങളെ, ഛായാചിത്രങ്ങളെ വണങ്ങുന്നത് ധൂളിയായാണ്. അത് ആരാധനയല്ല. യേശുക്രിസ്തുവിൻ്റെ തന്നെ പ്രവൃത്തികളാണ് ആ ചിത്രങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടുന്നതും പ്രതിബിംബിക്കപ്പെടുന്നതും. ഇവിടെ മാലാഖ യോഹന്നാനെ തടയുന്നത് ദൈവത്തിന് നൽകേണ്ട ആരാധന തനിക്ക് യോഹന്നാൻ സമർപ്പിക്കുന്നു എന്ന ധാരണയിലാണ്. യോഹന്നാൻ എന്താണ് മാലാഖയുടെ മുമ്പിൽ കുമ്പിട്ടത്, അല്ലെങ്കിൽ കാൽക്കൽ വീണത്? അതെന്താണ് യോഹന്നാൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്ന് നമുക്ക് വ്യക്തമല്ല. മിക്കവാറും തന്നെ യോഹന്നാൻ ഈ മാലാഖ യേശുവാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ്റെ കാൽക്കൽ വീണതാവണം. എന്തായാലും മാലാഖയുടെ മുമ്പിൽ പ്രണമിക്കുന്നത് തെറ്റാണ് എന്ന് പ്രസ്താവിക്കുന്നൊരു വചനമല്ലിത്. മറിച്ച് ലാത്രിയ അഥവാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന ഇവയ്ക്ക് നൽകേണ്ട ആരാധന മറ്റേതെങ്കിലും മനുഷ്യ വ്യക്തികൾക്കോ മാലാഖമാർക്കോ നൽകുന്നതിനെയാണ് ബൈബിൾ വിലക്കുന്നതും സഭ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതും. ഇനി മുന്നോട്ട് നമ്മൾ നീങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ കുറിച്ചിടേണ്ടതുണ്ട്. അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എപ്പിസോഡുകളിൽ കടന്നു വന്ന ചില കഥാപാത്രങ്ങൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുന്നോട്ടുള്ള വാക്യങ്ങൾ കാണാൻ. ഡ്രാഗണ്, പുരാതന സർപ്പത്തിന് എന്ത് സംഭവിച്ചു? രണ്ടാമതായിട്ട് കടലിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് എന്ത് സംഭവിച്ചു? വ്യാജപ്രവാചകനായ കരയിൽ നിന്ന് വന്ന മൃഗത്തിന് എന്ത് സംഭവിച്ചു? ഇത്തരം ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന രംഗത്തിലെ 2-ാം ഭാഗം എന്ന് ഞാൻ നേരത്തെ പരാമർശിച്ച ആ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്കത് ഒരിക്കൽ കൂടി ഓർമ്മ വരുന്നതിന് ഒന്നുകൂടി പറയുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന രംഗത്തെ, ഈ നാടകത്തിൻ്റെ അവസാന രംഗത്തെ 3 ഭാഗങ്ങളായി തിരിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിലെ ആദ്യ ഭാഗം 17-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനി നമ്മളതിൻ്റെ 2-ാം ഭാഗം കാണാൻ പോവുകയാണ്. ആ 2-ാം ഭാഗം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 21-ാം അധ്യായത്തിൻ്റെ 28 വരെയാണ്. ഞാനത് നേരത്തെ ഈ വിഭജനം പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ നോട്ടിലത് എഴുതി വച്ചിട്ടുണ്ടാവും. ഈ 2-ാം ഭാഗത്താണ് പുരാതന സർപ്പത്തിന്, അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന മൃഗത്തിന്, വ്യാജപ്രവാചകനായ മൃഗത്തിന്, ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് ഈ 2-ാം ഭാഗം. 3 ശിക്ഷാവിധിയുടെ രംഗങ്ങൾ ഇതിനകത്തുണ്ട്. 3 ജഡ്ജ്മെൻറ്റ് സീൻസ് ഇതിനകത്തുണ്ട്. ഒന്നാമത്തേത് 2 മൃഗങ്ങളെയും അവരുടെ കൂട്ടാളികളെയും വിധിക്കുന്ന ആ ജഡ്ജ്മെൻ്റാണ് ആദ്യ ഭാഗം. അത് 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 21 വരെയാണ്. ഇനി രണ്ടാമത് പുരാതന സർപ്പം എന്ന സാത്താനെ വിധിക്കുന്ന ഭാഗമാണ്. അതാണ് 20-ാം അധ്യായം 1 മുതൽ 10 വരെ. മൂന്നാമതായി 3-ാമത്തെ ശിക്ഷാവിധി മരണത്തെയും അതുപോലെ മരിച്ചവരെയും മരണത്തെ തന്നെയും വിധിക്കുന്ന ഭാഗമാണ് 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെ. ഈ 3 ജഡ്ജ്മെൻറ്റ് സീനുകൾ കൂടി കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരൂ. അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മനസ്സിൽ, നമ്മൾ അടുത്ത ഭാഗം 19-ാം അധ്യായത്തിൻ്റെ
11 മുതൽ 16 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് അതിലൊരു വ്യക്തത വരുന്നതിന് വേണ്ടി ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ എപ്പിസോഡ് വരാനായി ഒരല്പം താമസിച്ചു. നമ്മൾ ചില വളരെ അടിയന്തരമായ മറ്റ് ശുശ്രൂഷകൾ ഈ നാളുകളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടത് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളിലും റെക്കോർഡിങ്ങിലുമൊക്കെയായി തിരക്ക് ആയിരുന്നതുകൊണ്ടാണ് ഈ എപ്പിസോഡ് 53-ാമത്തെ എപ്പിസോഡ് നിങ്ങളിലേക്ക് വരാൻ താമസിച്ചത്. വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന രംഗങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ കുറേ അധികം ശക്തമായ പ്രാർത്ഥന നിങ്ങൾ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും നൽകണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വളരെ ലളിതമായി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓരോ എപ്പിസോഡും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഒരു സ്ത്രീ പ്രസവവേദന അനുഭവിക്കുന്നത് പോലെ ഒരുപക്ഷെ ആത്മീയമായി അതിനേക്കാൾ വളരെ ഗുരുതരമായൊരു വേദന ഇത് ഈ ശുശ്രൂഷകൾ പൂർത്തിയാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഈ ദൈവവചനം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്കതിനാവശ്യമായ എല്ലാ കൃപകളും അതുപോലെ ആരോഗ്യവും അതുപോലെ സംരക്ഷണവും മാനസിക ശാരീരിക സുസ്ഥിതിയുമെല്ലാം തുടർന്നും ലഭിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ യാചിക്കുന്നു. നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ എൻകൗണ്ടർ ആപ്ലിക്കേഷനിലും എല്ലാം ഈ എപ്പിസോഡുകൾ വരാൻ വൈകുമ്പോൾ പ്രദർശിപ്പിക്കുന്ന ഒരു അസ്വസ്ഥത സത്യത്തിൽ എനിക്ക് സന്തോഷം തരുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും തീക്ഷ്ണതയോടെ ഇതാഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കൂടി അത് സഹായിക്കുന്നുണ്ട്. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. ഓരോ ദിവസവും കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ആത്മാവിൽ ഐക്യപ്പെട്ട് കണ്ടുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ചേർക്കുന്നത്. നിങ്ങൾക്കെല്ലാം സുസ്ഥിതിയും അനുഗ്രഹവും ആരോഗ്യവും ആത്മീയ ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാവട്ടെ. ഞാൻ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് കാനഡയിലെ ടൊറോണ്ടോയിൽ നിന്നാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ യുവതീവാക്കന്മാർക്ക് വേണ്ടി നടക്കുന്ന ധ്യാനത്തിന് വേണ്ടിയും അതുപോലെ വിന്നിപ്പെഗിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. കാനഡയിലുള്ള തദ്ദേശീയരായ യേശുക്രിസ്തുവിനെ ആഴത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ധ്യാനമാണ്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കാണുന്നത് വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡാനിയലച്ചൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് ചേർത്ത്